തിരുവനന്തപുരത്തെ വർക്കലയിൽ നിന്ന് വന്ന 4 പിള്ളേർ. തമാശയും റിലേറ്റബിൾ നിമിഷങ്ങളും ട്രെൻഡായ ഡയലോഗുകളും കൊണ്ടവർ ആദ്യം സോഷ്യൽ മീഡിയ കീഴടക്കി. അവർക്കായി ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്തു. ഇന്ന് അവർ താരങ്ങളാകുന്നത് അങ്ങ് ബിഗ് സ്ക്രീനിലാണ്. രജനീകാന്തിനും വിജയ്ക്കും മോഹൻലാലിനും ഒപ്പം കളക്ഷനിൽ ഇന്ന് അവരുമുണ്ട്. ഹാഷിറും കൂട്ടരും. വാഴ 2 അതിഗംഭീരമായി തിയേറ്ററുകളിൽ തകർത്തോടുമ്പോൾ തലവര തെളിയുന്നത് ഈ പുതിയ പിള്ളേരുടെ കൂടിയാണ്. കൂടുതലും തമാശ റീലുകളായിരുന്നു ഹാഷിറിന്റെയും കൂട്ടരുടെയും പ്രത്യേകത. വളരെ റിലേറ്റബിളായ സന്ദർഭങ്ങളും അവരുടെ തനതായ ശൈലിയിലെ സംഭാഷണങ്ങളും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ റീലുകൾ സോഷ്യൽ മീഡിയ ഭരിച്ചു. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന ഡയലോഗെല്ലാം കേരളം മൊത്തം ട്രെൻഡായപ്പോൾ അത് ഈ ഗ്യാങ്ങിന്റെ തലവര മാറാൻ പോകുന്നതിന്റെ സൂചന കൂടിയായിരുന്നു. വാഴ 2 എത്തുമ്പോൾ തമാശകൾക്കെല്ലാം അപ്പുറം ഹാഷിർ ആൻഡ് ഗ്യാങ്ങിന്റെ അഭിനയത്തിലേക്കും കൂടി വിപിൻ ദാസിന്റെ തിരക്കഥ സഞ്ചരിക്കുന്നുണ്ട്. ഹാഷിറിനും അജിനും വിനായകനും അലനും എല്ലാം അഴിഞ്ഞാടാനുള്ള സ്പേസ് വാഴ 2 കോമഡിയിൽ ഹാഷിർ ആൻഡ് ഗ്യാങ്ങിനുള്ള മേൽക്കൈ നമ്മളെല്ലാം കണ്ടതാണ്. എന്നാൽ സിനിമയിലെത്തുമ്പോൾ തമാശ പറയാൻ മാത്രമല്ല കരയിപ്പിക്കാനുമല്ല കിണ്ടൽ ഇടിയടിക്കാനും തങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് അവർ തെളിയിക്കുന്നുണ്ട്. ആദ്യ ഭാഗത്തെ പോലെ കുട്ടിക്കാലവും തുടർന്ന് സ്കൂൾ കാലവും ഒക്കെയായി പരിചിതമായ ഇടങ്ങളിലൂടെ തന്നെയാണ് വാഴ 2 കഥ പറയുന്നത്. ആദ്യ ഭാഗത്തിന്റെ ട്രീറ്റ്മെന്റിനെ ഒന്ന് പോളിഷ് ചെയ്തെടുത്ത് അവതരിപ്പിച്ചു എന്ന് പറയാം. എന്നാൽ വിപിൻ ദാസ് എന്ന എഴുത്തുകാരനും സംവിധായകൻ സവിനും വിജയിച്ചത് ഹാഷിർ ആൻഡ് ഗ്യാങ്ങിനെ അവരുടെ ബെസ്റ്റായി അവതരിപ്പിച്ചതിലൂടെയായിരുന്നു. തങ്ങളുടെ പ്രായത്തെ അടയാളപ്പെടുത്തുന്ന കഥാപാത്രം തന്നെയാണ് ഇവർക്കായി വിപിൻ ദാസ് ഒരുക്കിയെന്നതും കയ്യടി അർഹിക്കുന്നു. അതാത് സ്പേസുകളിൽ 4 പേരെയും അഴിഞ്ഞാടാൻ സിനിമ ഇടം നൽകുന്നുണ്ട്. ഗ്യാങ്ങിന്റെ തലപ്പത്ത് ഹാഷിർ നിൽക്കുമ്പോഴും വിനായകും അലനും അജിനും തങ്ങളുടേതായ ഇടങ്ങളിൽ സ്കോർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും രണ്ടാം പകുതിയിലെ പ്രധാനപ്പെട്ട ഒരു ഇമോഷണൽ സീനിലെ വിനായകന്റെ പ്രകടനം കയ്യടി അർഹിക്കുന്നു. പലപ്പോഴും ഇത്തരം റീലുകളിലൂടെ വരുന്ന അഭിനേതാക്കളെ അവരുടെ സേഫ് സോണായ കോമഡിയിൽ മാത്രം ഒതുക്കി നിർത്തപ്പെടാറുണ്ട്. എന്നാൽ വാഴ 2 ചിരിപ്പിക്കുന്ന സീനുകളേക്കാൾ ഹാഷിർ ആൻഡ് ഗ്യാങ് കയ്യടി നേടുന്നത് അവരുടെ കംഫർട്ട് സോണിന് പുറത്തെത്തുമ്പോഴാണ്. റീലുകളിൽ മാത്രം കണ്ടു പരിചയമുള്ള അവരെ പുതിയ മീറ്ററിലേക്ക് എത്തിക്കുമ്പോൾ ഒരിടത്തും പതർച്ച അനുഭവപ്പെടുന്നില്ല. സത്യത്തിൽ ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഹാഷിർ ആൻഡ് ഗ്യാങ്. ഏത് ഇമോഷനും വിശ്വസിച്ച് ഏൽപ്പിക്കാമെന്ന് അവർ വാഴ 2 തെളിയിക്കുന്നു. മലയാളത്തിൽ നിലവിൽ ഇത്തരം എന്റർടൈനേഴ്സിന്റെ ഒരു കുറവുണ്ട്. മോഹൻലാലും നിവിൻ പോളിയും ഈ ജനറേഷനിൽ നസ്ലിനും കൈയടക്കി വെച്ചിരിക്കുന്ന ഈ സോണിലേക്ക് നമുക്ക് ഇനിയും അഭിനേതാക്കളെ ആവശ്യമുണ്ട്. ഹാഷിർ ആൻഡ് ഗ്യാങ് അതിൽ പെർഫെക്റ്റ് ഫിറ്റാണെന്ന് സിനിമ കണ്ടിറങ്ങുന്നവർ സമ്മതിക്കും. സിനിമയുടെ ആദ്യ ഭാഗം നേടിയ കളക്ഷനെ വാഴ 2 ഇതിനോടകം മറികടന്നു. ആദ്യ ദിനം 10 കോടി ആഗോള കളക്ഷൻ നേടിയ ചിത്രം തുടർന്നുള്ള ദിവസങ്ങളിലും അതേ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. റിലീസ് ചെയ്ത ആദ്യ ഞായറാഴ്ച ചിത്രം നേടിയത് 8.4 കോടിയാണ്. ശനിയാഴ്ച നേടിയ 7.2 കോടിയിൽ നിന്നും 16.7% വളർച്ചയാണ് കളക്ഷനിൽ ഉണ്ടായിരിക്കുന്നത്. സാക്നിൽക്ക് വെബ്സൈറ്റിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിന്ന് 4 ദിവസം കൊണ്ട് നേടിയത് 29.7 കോടിയാണ്. ഓവർസീസ് കളക്ഷൻ 33.25 കോടിയാണ്. ഇതോടെ സിനിമയുടെ നിലവിലെ ആഗോള കളക്ഷൻ 62.95 കോടിയായി. 100 കോടിയിലേക്കാണ് ആദ്യ സിനിമയിലൂടെ ഹാഷിറും പിള്ളേരും പോകുന്നത്. അങ്ങനെയെങ്കിൽ അത് ചരിത്രമാകും. എന്തായാലും വാഴ 2 ഈ ബോക്സ് ഓഫീസ് വിജയം ഇൻസ്റ്റാഗ്രാം റീൽ അഭിനേതാക്കൾക്കും അഭിനയ മോഹികൾക്കും നൽകുന്ന കോൺഫിഡൻസ് ചെറുതല്ല. ഇന്നല്ലെങ്കിൽ നാളെ തങ്ങളെയും ബിഗ് സ്ക്രീനിൽ കാണാം. ഒരു സിനിമാ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ കഴിവുകൊണ്ട് മാത്രം സിനിമയിൽ ഒരു സ്ഥാനം നേടിയെടുക്കാൻ പറ്റുമെന്ന് ഹാഷിറും ഗ്യാങ്ങും വാഴ 2 ഉറപ്പു നൽകുന്നു.